തെറ്റ് ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയുന്നൊരു ടേമുണ്ട്. തെറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതൊരു തെറ്റ് പറ്റിയാൽ പോലും അത് ആദ്യം വന്ന് പറയാനുള്ള ആൾ ഞാനായിട്ട് മാറും. അത് ആണായാലും പെണ്ണായാലും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. MMV ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ഒരു ചോദ്യം വന്നേക്കുന്നത്, വിവാഹത്തിന് മുമ്പ് ജോലിക്ക് വിടാം, കരിയർ ഫോക്കസ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് ആ ബിസിനസ്സും നടത്തുന്നുണ്ട്, അത്യാവശ്യം സെറ്റപ്പായി. അപ്പോൾ ആൾക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ സ്വന്തമായിട്ടൊന്നും ചെയ്യണില്ല എന്നുള്ള ഈ വിവാഹത്തിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന അത്ര ആക്റ്റീവായിട്ട് പിന്നീടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഇത് ഒരുപാട് ഡിപ്രഷനിലേക്കും കുറേ വിഷയങ്ങളിലേക്കും പോകുന്നൊരു വിഷയമാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ സാറിൻ്റെ ഒരു സജഷനോ. അതായത് ഇത് പിന്നെ ആരാണ് ഈ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതെന്നാണ് പെൺകുട്ടി. ഓക്കെ. ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് റിയാലിറ്റിയുമായിട്ട്. അതായത് നമ്മുടെ സാമൂഹിക ഒരു കാഴ്ചപ്പാട് വിവാഹം എന്ന് പറയുമ്പോൾ പുരുഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ തയ്യാറാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ജനറലി നിലനിൽക്കുന്നത്. ശരിക്കും അതിന് വിവാഹവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വിവാഹം എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കുടുംബത്തെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ വളർന്ന് ജീവിച്ചു വന്ന രണ്ടുപേർ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുക, രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക, ഓരോരുത്തരുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുക. പക്ഷെ പറയരുത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ഇന്ന കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ അതിന് കുറച്ചുകൂടെ സൈക്കോളജിയിൽ പറയാനെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയുന്നൊരു ടേമുണ്ട്. തെറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതൊരു തെറ്റ് പറ്റിയാൽ പോലും അത് ആദ്യം വന്ന് പറയാനുള്ള ആൾ ഞാനായിട്ട് മാറും. അത് ആണായാലും പെണ്ണായാലും. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നിലവിൽ കമ്മ്യൂണിക്കേഷനാണ് ഇല്ലാത്തത്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് പിന്തുണ നൽകുകയും വേണം. നമുക്ക് പറയാതെ തന്നെ നമുക്കത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാവില്ല, ചില കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. നമ്മൾ തുറന്നു പറയുമ്പോൾ എന്തായാലും അപ്പുറത്ത് ദേഷ്യം സാധാരണ വരാറില്ല. കാരണം അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ആ കാര്യം കേൾക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഇമോഷൻ ലേശം മാറിയിട്ടാണെങ്കിൽ പൊട്ടലും ചീറ്റലും ആവും ചെയ്യും. ഒരു ഉദാഹരണം പറയാമോ? അല്ലാതെ ഇതിൽ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തുറന്നു പറയുക എന്ന് പറയുന്നത് എൻ്റെ ഇമോഷണൽ ബേർഡനെ മൊത്തം അപ്പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതല്ല. എന്താണ് റിയാലിറ്റി എന്നത് അല്ല, എന്താണ് റിയാലിറ്റി എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ ഈ റിയാലിറ്റിയിലാണ് ഇതിന്റെ കാര്യം കിടക്കുന്നത്, ഇമോഷനിലല്ല. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പോകുന്ന ഇമോഷൻ ബേസ്ഡ് ആണ്. ഇപ്പൊ ചില കാര്യങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയെ പിന്തുടരും. പക്ഷെ അത് നമുക്ക് ലോജിക്കലിയൊക്കെ ചിന്തിക്കാൻ ഇതൊക്കെ പറ്റും. പക്ഷെ ഇമോഷണലി പറഞ്ഞ പോലെ സ്ത്രീകൾ കൂടുതലും ഇമോഷണൽ ക്രീച്ചേഴ്സാണ്. അപ്പോൾ അവരോട് അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ലോജിക്കലായിട്ടുള്ള ആൻസർ ആയിരിക്കില്ല. അങ്ങനെയല്ല, ശരിക്ക് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ ഇമോഷണൽ ബാലൻസ് ചെയ്യുന്ന സ്ത്രീകളാണ്, പുരുഷനല്ല. അതെ. അപ്പോൾ ആ ഇമോഷണലി ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. പക്ഷെ അതവർ തിരിച്ചറിയണമല്ലോ. അല്ല, അവർക്കുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിലവിലുള്ള കുടുംബ സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി സഫർ ചെയ്യുന്നതും ഇമോഷണലി ബാലൻസ് ചെയ്യുന്നതും സ്ത്രീകളാണ്, പുരുഷനല്ല. അത് റിയാലിറ്റി തന്നെയാണ്. അല്ല, ഞാൻ ഈ അടുത്തൊരു ഞാൻ ഒരു സ്റ്റഡി ഞാൻ വായിച്ചിരുന്നു. നമ്മളുടെ പെയിൻ റിസപ്റ്റേഴ്സ് കൂടുതലുള്ളത് മനുഷ്യനെ ആണുങ്ങളെക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി സ്ത്രീകൾക്കാണ്. പക്ഷെ അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി അവർക്കുണ്ട്. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത് ഇവിടെ രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാതെ തന്നെ പരസ്പരം ഉൾക്കൊള്ളാനും പരസ്പരം മനസ്സിലാക്കുവാനും അതുപോലെ പരസ്പരം പിന്തുണ നൽകുവാനും കഴിയുന്ന
ഒരു തലത്തെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്. പക്ഷെ ആ ഒരു തലത്തെ ക്രിയേറ്റ് ചെയ്യാൻ രണ്ടുപേരും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രമത്തിൽ ആ തലം ഡെവലപ്പ് ചെയ്തു വരികയും ആ ഒരു ഇടത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിലേറ്റവും പ്രധാനം. പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം ഇരുവരും ഒരുമിച്ചുള്ള വളർച്ചയാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു യാത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. വീണ്ടും അടുത്തൊരു സബ്ജക്റ്റിൽ കണ്ടുകിട്ടുന്നവരെ താങ്ക് യു.